വേടന് ഒരു 50 ലക്ഷം രൂപ തരാം, വേടൻ ഇഷ്ടമില്ലാത്തൊരു രാഷ്ട്രീയ വേദിയിൽ പോയി വേടൻ സംസാരിക്കുമെന്ന് ചോദിച്ചാൽ വേടൻ സമ്മതിക്കുമോ? 50 ഇഷ്ടമില്ലാത്തൊരു രാഷ്ട്രീയ വേദിയിൽ പോയിട്ട് ഞാൻ ആ രാഷ്ട്രീയത്തെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്നാണ്? അങ്ങനല്ല, വേടൻ്റെ ഇപ്പോൾ ആ വേദിയിൽ വേടൻ പോകണം. ഓക്കെ, പോവും. പിന്നെ ഞാൻ RSS നടത്തുന്ന വേദിയിലേക്ക് പോയി. എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എതിർക്കുകയും എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മേഖലയാണല്ലോ അത്. ഒരു RSS വേദിയിലൊക്കെ കയറിയിട്ട് ഞാൻ നീർനിലങ്ങളിൽ ഉടമയാരെന്ന് പാടാനൊക്കെ എനിക്ക് പറ്റും. 50 ലക്ഷം റുപ്യ തന്നില്ലെങ്കിൽ ഞാൻ പോയി പാടും. കാശ് തരേണ്ട ആവശ്യമൊന്നുമില്ല. RSS വിളിക്കണം എന്നെ ആ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. ആ പാട്ട് അല്ല, എല്ലാ പാട്ടും ഞാൻ പാടും. എൻ്റെ ആ പാട്ടും പാടും. അതിൻ്റെ ഇടയിൽ നമുക്ക് അതൊന്നും, ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയാണല്ലോ. ഞാൻ എപ്പോഴും മനുഷ്യപക്ഷത്താണ് നിൽക്കുന്നതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇവരാരും മനുഷ്യന്മാരല്ല എന്നാട്ടോ, അല്ല എന്നല്ല ഞാൻ പറയണത്. അവരുടെ ആ കണ്ടീഷനിങ്ങിൽ ഒരു പ്രശ്നമുണ്ട്. അത് ജാതി കണ്ടീഷനിങ് ആണ്. അത് മനുഷ്യനെ മനുഷ്യനായി കാണാത്തൊരു സിസ്റ്റമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിനെതിരെ എനിക്കും ഉണ്ട് RSSലേക്ക് പണിയെടുക്കുന്ന കുറേ അനിയന്മാർ. പിന്നെ കാരണം അപ്പോൾ ഇങ്ങനെ ഈ RSS ശാഖയുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഇങ്ങനെ കൊല്ലണം വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ വരുമ്പോൾ നമ്മുടെ അടുത്തുള്ള പിള്ളേരൊക്കെ ഉണ്ട് RSSനകത്ത് പ്രവർത്തിക്കണവർ. അവരിത് എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് തരും, ചേട്ടാ സൂക്ഷിക്കണേ ചേട്ടാ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ചേട്ടാ എന്നൊക്കെ പറയണേ. പേടി തോന്നിയിട്ടുണ്ട് എപ്പോഴും? പിന്നെ പേടിക്കാണ്ടിരിക്കുമോ മനുഷ്യനല്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ CCTV ക്യാമറ ഒക്കെ വെച്ച് പേടിച്ചിട്ട് പേടിയില്ലാതിരിക്കുമോ? പിന്നെ RSSനെ പേടിക്കണം.